നിങ്ങളുടെ ജീവിതത്തിൽ റിപ്പീറ്റായി സെയിം പ്രോബ്ലംസ് വരുന്നത് എന്തിനാണ്? സെയിം ടൈപ്പ് ആളുകൾ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നത് എന്തിനാണ്? ഒരുപാട് ശ്രമിച്ചിട്ടും ചില കാര്യങ്ങൾ നടക്കാത്തത് എന്തുകൊണ്ടാണ്? ഇതൊരു ബാഡ് ലക്കാണോ? അല്ലെങ്കിൽ ഒരു മെസ്സേജാണോ? സത്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രപഞ്ചം ഒരിക്കലും മിണ്ടാതിരിക്കുന്നില്ല. പ്രപഞ്ചം എല്ലായ്പ്പോഴും നിങ്ങളോട് സംസാരിച്ചു കൊണ്ടാണിരിക്കുന്നത്. പക്ഷേ നിങ്ങളത് കേൾക്കാൻ തയ്യാറാണോ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രപഞ്ചം നിങ്ങളോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്, അത് നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും, അത് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റും, ഇതാണ് നമ്മൾ ഇന്ന് ആഴത്തിൽ സംസാരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാകുന്നത്. നമ്മൾ പലപ്പോഴും ലൈഫിനെ വളരെ സീരിയസ് ആക്കിയെടുത്ത് ടെൻഷനാകുന്നവരാണ്. പക്ഷെ ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ലൈഫ് നമ്മളെ ലീഡ് ചെയ്യുകയാണ്, നമ്മൾ ലീഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഞാനിത് പ്ലാൻ ചെയ്തില്ല, ഞാനിത് പ്ലാൻ ചെയ്യാത്ത കാര്യമായിരുന്നു, പക്ഷേ ഇതാണിപ്പോൾ നടന്നത് അല്ലെങ്കിൽ നടക്കുന്നത്. അതുതന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ വർക്കിങ്. നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഒരു സൈഡ്, പക്ഷെ നടക്കുന്നത് മറ്റൊരു സൈഡ്. നമ്മൾ പറയാറില്ലേ, മാൻ പ്രൊപ്പോസ് ഗോഡ് ഡിസ്പോസ്. പക്ഷേ തമാശയായിട്ടുള്ള കാര്യം എന്താണെന്ന് നോക്കിയാൽ കഴിഞ്ഞു പോയ ഒരു കാര്യം നമ്മൾ പിന്നീട് ചിന്തിച്ച് നോക്കുമ്പോൾ അതന്ന് നടന്നത് തന്നെയാണ് ബെറ്റർ എന്ന് തോന്നും. അതുകൊണ്ടാണ് ചിലർ പറയുന്നത് അന്നത് നടന്നത് നന്നായിപ്പോയി, അല്ലെങ്കിൽ അന്നത് നടക്കാതിരുന്നത് നല്ലതായിപ്പോയി എന്ന്. ഇനി നമുക്ക് ഒരു സിമ്പിൾ ഫീലിംഗ് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചില ആളുകളെ കണ്ടു കഴിയുമ്പോൾ ഫസ്റ്റ് ടൈം കണ്ടാലും ഒരു കംഫർട്ട് ഫീൽ ഉണ്ടാകും. അവരുടെ ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നും. ഇവരെവിടെയോ ഞാൻ നേരത്തെ കണ്ടിരുന്നല്ലോ എന്നുള്ള ഒരു തോട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലരെ കണ്ടു കഴിയുമ്പോൾ റീസൺ ഇല്ലാതെ ഒരു ഡിസ്ലൈക്ക് തോന്നും. അപ്പോൾ ഇതെല്ലാം ലോജിക്ക് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇതൊരു സിഗ്നലാണ്. പ്രപഞ്ചം നമ്മളെ ഒരു വിഷയത്തിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നിലേക്ക് ഗൈഡ് ചെയ്യാനോ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് നോക്കിയാൽ നമ്മൾ നമ്മുടെ ഫീലിങ്സിനെ ഇഗ്നോർ ചെയ്യുകയാണ്. അകത്ത് ഒരു വോയിസ് വരും, ഇത് ശരിയില്ല. പക്ഷേ നമ്മുടെ ബ്രെയിൻ പറയും ഇല്ല, ട്രൈ ചെയ്ത് നോക്കാം. അതിനുശേഷമാവും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ പറയും അപ്പോൾ ഇത് ആരംഭത്തിൽ എനിക്ക് തോന്നിയിരുന്നു ഇത് വേണ്ടായിരുന്നു എന്ന്. അതാണ് നിങ്ങൾ ആൾറെഡി ആൻസർ കിട്ടിയിരുന്നത്. നിങ്ങൾക്ക് പ്രപഞ്ചം നിങ്ങളോട് പറഞ്ഞിരുന്നു ഇത് ചെയ്യേണ്ട എന്ന്, പക്ഷേ അത് ചെയ്തു, പ്രശ്നമായി. അത് പ്രപഞ്ചത്തിൻ്റെ ആ ഒരു മെസ്സേജ് ആയിരുന്നു, പക്ഷേ ഇഗ്നോർ ചെയ്യുന്നത് കൊണ്ട് ആ പ്രശ്നം വന്നു. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് എന്താണെന്ന് നോക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിലെ ചില സമയങ്ങളിൽ ഒന്നും മൂവ് ആവുന്നില്ല ഒരു തോന്നലുണ്ടാകും. സ്റ്റക്കായതുപോലെ തോന്നും. അതൊരു ഡേഞ്ചറസ് ഫേസ് പോലെ തോന്നും, പക്ഷേ ആക്ച്വലി അതൊരു റീസെറ്റ് ഫേസാണ്. ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഹാങ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? റീസ്റ്റാർട്ട് ചെയ്യും. അതേപോലെ തന്നെയാണ് ജീവിതത്തിലും. ആ സമയത്ത് നമ്മൾ ഒരു ഇംപീഷ്യൻ്റ് ആകും. എന്തെങ്കിലും സംഭവിക്കട്ടെ, പക്ഷേ ഞാനിത് ചെയ്യും, അങ്ങനെ ഒരു ഫോഴ്സ് നമ്മുടെ മനസ്സിലുണ്ടാകും. പക്ഷേ അത് വേഴ്സ് ആക്കും. കാരണം പ്രപഞ്ചം സ്ലോ ആക്കുകയാണ്, നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. പക്ഷേ നമ്മൾ ഫാസ്റ്റ് ആക്കാൻ ശ്രമിക്കുകയാണ് അതിനെ. ഇനി മറ്റൊരു ഫീലിംഗ് എന്താണെന്ന് നോക്കിയാൽ ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും റീസൺ ഇല്ലാതെ ഒരുപാട് കാം ഫീൽ ചെയ്യും. എവറിത്തിങ് ഓക്കെ എന്നൊരു ഫീലിംഗ് ഉണ്ടാവും. അതൊരു സൈനാണ്, നിങ്ങൾ ശരിയായ ഡയറക്ഷനിലാണ് പോകുന്നത്, ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ എന്നുള്ള ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു സന്ദേശമാണത്. പക്ഷേ ഓപ്പോസിറ്റും ഉണ്ടാകും. ഒന്നും റോങ് ഇല്ലാത്ത പോലെ തോന്നും, പക്ഷേ ഇൻസൈഡിലൊരു അൺഈസി ഫീലാവും. അത് ഇഗ്നോർ ചെയ്യരുത്, അതൊരു വാണിംഗ് ആണ്. നിങ്ങൾ ചെയ്ത ഏതോ ഒരു വിഷയത്തിൽ ഏതോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അതിനെ ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോകൂ എന്നുള്ള ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു മെസ്സേജാണത്. നമ്മൾ പലപ്പോഴും പുറത്തുള്ള ആളുകളുടെ അഡ്വൈസ് കേൾക്കും, അല്ലേ? ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെയും ഈ സൊസൈറ്റിയിൽ പലരുടെയും എല്ലാ അഭിപ്രായം കേൾക്കും. പക്ഷേ നമ്മുടെ ഉള്ളിലെ വോയിസ് ഇഗ്നോർ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് കൺഫ്യൂഷൻ. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾക്ക് തോന്നുന്ന ആ ശബ്ദം നമ്മുടെ കംഫർട്ട് സോണിനെ തകർക്കുന്നതായിരിക്കും. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു കംഫർട്ട് സോണിലിരിക്കണം, നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നടക്കണം എന്നായിരിക്കും. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങൾക്ക് ആരംഭത്തിൽ തന്നെ മനസ്സിനകത്തൊരു തോട്ട് വരും. പക്ഷെ അതാരും എത്ര പേര് ശ്രദ്ധിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം മാറുകയാണ് അവിടെ മുതൽ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാവർക്കും നിങ്ങളെ ഗൈഡ് ചെയ്യാൻ കഴിയില്ല.
പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ വോയിസ് ഒരിക്കലും തെറ്റായി നിങ്ങളെ ഗൈഡ് ചെയ്യില്ല. ഇനി മറ്റൊരു ഡീപ്പ് പോയിൻ്റ് എന്താണെന്നാൽ, നിങ്ങളുടെ ലൈഫിൽ റിപ്പീറ്റായി സെയിം ടൈപ്പ് പ്രോബ്ലം ഫേസ് ചെയ്യുന്നു എങ്കിൽ അതിന് ഒരേ ഒരു മീനിങ്ങേ ഉള്ളൂ: നിങ്ങൾ ലെസൺ പഠിച്ചിട്ടില്ല. പഠിക്കുന്നവരേക്കും നിങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടേയിരിക്കും ഈ പ്രപഞ്ചം. ഇപ്പോൾ ഉദാഹരണത്തിന്, നിങ്ങൾ റിപ്പീറ്റ്ലി സെയിം ടൈപ്പ് ആളുകളിൽ നിന്ന് ഹേർട്ടാവുകയാണ്. അതൊരു ലക്ക് പ്രോബ്ലം അല്ല, അതൊരു പാറ്റേൺ ആണ്. പ്രപഞ്ചം ചോദിക്കുന്നത്, ഇപ്പോഴെങ്കിലും നീ ചേഞ്ച് ആകുന്നുണ്ടോ, ആകാൻ ശ്രമിക്കുന്നുണ്ടോ എന്നാണ്. ആ ഒരു പ്രപഞ്ചത്തിൻ്റെ സന്ദേശത്തിനെ നമ്മൾ ഇഗ്നോർ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ബന്ധങ്ങൾക്കിടയിൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ഇനി ഒരു കാര്യം നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത്, എനിക്ക് ഈ പ്രോബ്ലം ഇല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഈ പ്രോബ്ലം വരരുത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ പിന്നീട് റിയലൈസ് ചെയ്യും, ഈ പ്രോബ്ലം ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ഞാൻ ആകുമായിരുന്നില്ല എന്ന്. അതുകൊണ്ടാണ് പെയിനിനും ഒരു മീനിങ് ഉണ്ട്. പല വേദനകളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കഷ്ടങ്ങളിലൂടെയുമാണ് പ്രപഞ്ചം നമ്മൾക്ക് പാഠം കൊടുക്കുന്നത്. അതാണ് പ്രപഞ്ചത്തിൻ്റെ നമ്മളോടുള്ള സംഭാഷണം. അതിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മൾ ഒബ്സർവ് ചെയ്യണം. ഇനി നമ്മൾ വലിയൊരു മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ കമ്പയർ ചെയ്യും. അവൻ്റെ ലൈഫ് ഈസിയാണ്, എനിക്ക് മാത്രമാണ് സ്ട്രഗിൾസ്. പക്ഷേ സത്യം എന്താണെന്ന് നോക്കിയാൽ ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് പാത്താണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പാത്ത് മാത്രമേ ഉള്ളൂ. അത് മറ്റാരുമായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ആ കമ്പയറിംഗ് ആണ് നമ്മളുടെ റൂട്ടിനെ മാറ്റിവിടുന്നത്. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് റിയലൈസേഷൻ ഉണ്ട്. നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത് ഒരുപാട് ലിമിറ്റഡ് ആണ്. പക്ഷേ നമ്മളെല്ലാം കൺട്രോൾ ചെയ്യാൻ ട്രൈ ചെയ്യുകയാണ്. എല്ലാം നമ്മുടെ കൺട്രോളിൽ തന്നെ വരണം, അല്ലെങ്കിൽ നമ്മൾ തീരുമാനിച്ചതുപോലെ നമ്മുടെ കാര്യങ്ങൾ നടക്കണം. അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾക്ക് ആങ്സൈറ്റി വരുന്നത്, ഡിപ്രഷൻ ഉണ്ടാകുന്നത്. നിങ്ങളിപ്പോൾ കൺട്രോൾ വിടാൻ പഠിച്ചു കഴിഞ്ഞാൽ ജീവിതം ലൈറ്റാകും. അതെന്താണെന്നറിയാമോ? അതെന്തുകൊണ്ടാണെന്നറിയാമോ? ട്രസ്റ്റ്. ഒരു വിശ്വാസമുള്ളവനെ, ആത്മവിശ്വാസമുള്ളവനെ ആരെക്കൊണ്ട് തകർക്കാൻ പറ്റില്ല. അവർ അവരുടെ ഉള്ളിലുള്ള സംഭാഷണം കേൾക്കുന്നവരാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല, പക്ഷേ ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു. എന്താണ് എനിക്ക് ചുറ്റും നടക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ എല്ലാത്തിനെയും വിശ്വസിക്കുന്നു. ആ ഒരു വിശ്വാസമാണ് ഒരു മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന ശക്തി. അതാണ് പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രപഞ്ചം നമ്മളെ ഗൈഡ് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ, പറയാൻ തുടങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾ മാറി തുടങ്ങിയെന്നാണ് അർത്ഥം. ഇനി ഒരു സിമ്പിൾ പ്രാക്ടീസ് ഉണ്ട്. നിങ്ങൾക്ക് കൺഫ്യൂഷനുള്ള സമയത്ത് ജസ്റ്റ് സൈലൻസിലിരിക്കുക. ഫോണെല്ലാം മാറ്റി വയ്ച്ചിട്ട് മൈൻഡ് കാമാകട്ടെ. പിന്നീട് ഒബ്സർവ് ചെയ്യുക. നിങ്ങളുടെ ഉള്ളിൽ നിന്നും ആൻസർ വരും. പതിയെ ക്ലിയറായിട്ട് നിങ്ങൾക്ക് ആൻസർ തീർച്ചയായിട്ടും കിട്ടും. ഇതൊരു മാജിക്കായിട്ട് വരുന്ന കാര്യമല്ല. ഇത് നിങ്ങളുടെ നാച്ചുറൽ സ്റ്റേറ്റാണ്. നിങ്ങളിലുള്ളതാണ് ഈ ശക്തി. ഇപ്പോൾ നമ്മൾ ബിസിയായിട്ട് ഓരോ കാര്യങ്ങളെയും ഫേസ് ചെയ്ത് നമ്മൾ നോയ്സ് ക്രിയേറ്റ് ചെയ്തതാണ് പ്രോബ്ലമായത്. നിങ്ങൾക്കൊരു ദിവസം റിയലൈസേഷൻ വരും. റിയലൈസ് ചെയ്യും നിങ്ങൾ ലൈഫിൽ സംഭവിച്ച ഓരോ കാര്യവും പെർഫെക്റ്റ് ടൈമിങ്ങിൽ തന്നെ ആയിരുന്നു, പക്ഷേ ഞാനാണ് അത് മനസ്സിലാക്കാതെ പോയതെന്ന്. അപ്പോൾ റിഗ്രറ്റ് ഇല്ലാതാവും, ഫിയർ കുറയും, ഒരു കാം കോൺഫിഡൻസ് വരും. അപ്പോൾ നിങ്ങൾ പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ടാകും, എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി. അതാണ് പ്രപഞ്ചം നിങ്ങളോട് സംസാരിച്ച ആ ഒരു രീതി. അപ്പോൾ അത് നിങ്ങൾക്ക് കേൾക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതവും മാറും. ഇപ്പോൾ നിങ്ങൾ ഒരു നിമിഷം ശാന്തമായി ഇരിക്കുക. ഇന്ന് നടന്ന കാര്യങ്ങൾ ഒന്ന് ഓർത്തു നോക്ക്. ചെറിയ ചെറിയ സംഭവങ്ങൾ, ആരെങ്കിലും പറഞ്ഞ ഒരു വാക്ക്, നിങ്ങൾക്ക് വന്ന ഒരു ഫീലിംഗ്, ഒരു ഡൗട്ട്, ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു പെയിൻ, ഇതൊന്നും റാൻഡമല്ല. ഇവയൊക്കെയും പ്രപഞ്ചം നിങ്ങളോട് പറഞ്ഞ സന്ദേശങ്ങളാണ്. ഇനി മുതൽ ഒന്നും വെറുതെ സംഭവിച്ചു അല്ലെങ്കിൽ അത് അങ്ങനെ സംഭവിച്ചു എന്ന് കാണേണ്ട ആവശ്യമില്ല. ഓരോ കാര്യത്തിന് പിന്നിലും എനിക്ക് എന്താണ് പഠിക്കാനുള്ളത് എന്ന് ചോദിക്കുക. നിങ്ങൾ മാറും. കംപ്ലൈൻറ്റ് കുറയും, കൺഫ്യൂഷൻ കുറയും, ഫിയർ കുറയും. പകരം ഒരു ക്ലാരിറ്റി വരും, ഒരു കാംനെസ് വരും. പക്ഷെ ഒരു സീക്രട്ട് ഉണ്ട് ഇതിൽ. ഈ ക്ലാരിറ്റി പുറത്തേക്ക് പോയിട്ട് അന്വേഷിക്കാൻ കിട്ടുന്നതല്ല.
അത് വരുന്നത് നിങ്ങൾ ശാന്തമായി ഇരിക്കുമ്പോൾ മാത്രമാണ്. അതുകൊണ്ടാണ് മെഡിറ്റേഷൻ ജീവിതത്തിൻ്റെ ഭാഗമാക്കണമെന്ന് പറയുന്നത്. നിങ്ങൾ ദിവസവും കുറച്ച് സമയമെങ്കിലും നിശബ്ദമായി ഇരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് കാമാകും. അപ്പോൾ ഇതുവരെ നോയ്സ് കൊണ്ട് കേൾക്കാത്തത് നിങ്ങൾക്ക് കേൾക്കാൻ തുടങ്ങും. മെഡിറ്റേഷൻ പതിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, പ്രപഞ്ചം എല്ലായ്പ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷേ ഞാൻ കേൾക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ പ്രപഞ്ചം തരുന്ന സിഗ്നൽസ് ക്ലിയർ ആകും. ഡിസിഷൻ എടുക്കുന്നത് ഈസിയാകും. ലൈഫിൽ ഡയറക്ഷൻ കിട്ടും. ഒരു ദിവസം നിങ്ങൾ പിന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കരഞ്ഞ ദിവസങ്ങളും കൺഫ്യൂഷനായിരുന്ന നിമിഷങ്ങളും എല്ലാം കൂടി നിങ്ങളെ ഇവിടെ എത്തിക്കാനായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു ഫീലിംഗ് വരും, എനിക്ക് ഇത് കേൾക്കാൻ കഴിഞ്ഞല്ലോ, പ്രപഞ്ചത്തിൻ്റെ സന്ദേശങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ, നന്ദി. അപ്പോൾ ഇനി മുതൽ ഒന്ന് ശ്രമിച്ചു നോക്ക്. ശബ്ദങ്ങളെല്ലാം കുറച്ച് നിശബ്ദതയിലേക്ക് നിങ്ങളൊന്ന് പോകുക. ദിവസവും 10 മിനിറ്റെങ്കിലും ദിവസവും അത് കണ്ടിന്യൂ ചെയ്യുക. അവിടെ പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കുന്നു. അത് കേൾക്കാൻ നിങ്ങൾക്ക് കഴിയും. എല്ലാവരും മെഡിറ്റേഷൻ എടുക്കുക.